ഹലോ എവരിവൺ, ഇന്ന് നമ്മളൊരു യാൺ റിവ്യൂ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ക്രോഷറ്റ് നിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഗംഗ ബ്രാൻഡിൻ്റെ ക്രിപ്റ്റോ എന്ന് പറയുന്ന യാണാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ മേടിച്ചിട്ട് ഒരുപാട് കാലമായി. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കിതുവരെ യൂസ് ചെയ്യാൻ വേണ്ടി തോന്നിയില്ല. നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. നല്ലൊരു പർപ്പിൾ, ഒരു ലൈറ്റ് ആഷ്, ഡാർക്ക് ആഷ്, ബ്ലൂ ഒക്കെ ഉള്ളൊരു മിക്സ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ നീഡിൽ സൈസ്, അതുപോലെ ബ്ലെൻഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിറ്റിംഗ് നീഡിൽ 4.5 mm, ക്രോഷ്യ നീഡിൽ 4 mm ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ചെയ്യാം, പക്ഷേ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള നീഡിൽ സൈസ് അതാണെന്നാണ് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ബ്ലെൻഡ് നോക്കുകയാണെങ്കിൽ 100% അക്രിലിക് ആണ്. ഈ ഒരു ബോളിൽ വരുന്നത് 100 gram ആണ്. 135 രൂപയാണ് ഒരു ബോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 290 മീറ്റർ ആണ് ഒരു ബോളിലുണ്ടാകുന്നത്. അത് അപ്രോക്സ് ആയിരിക്കും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന് നമ്മളിപ്പം എന്താ പറയുക, വേറബിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ബ്ലീച്ച് ചെയ്യരുത്, അതേപോലെ ഡ്രൈ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ. ഇത് ശരിക്കും 2021 പാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അത്രയും കാലം ഞാനത് യൂസ് ചെയ്യാതെ സേവ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇപ്പം ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചു. സെയിം കോമ്പിനേഷനുള്ള ഒരു ബോളോട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് ചെറുതായിട്ട് ഫൈബേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് വർക്കിലേക്ക് അത്ര ഫൈബേഴ്സ് പൊന്തി നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ശരിക്കും നമ്മൾ ഓവറോൾ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു യാണാണ്. പക്ഷേ നമ്മൾ സ്റ്റാൻഡ് വൈസ് കൈകൊണ്ട് നോക്കുമ്പോൾ കുറച്ച് റഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ അത് ഗാർമെൻറ്റ്സ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു യാണാണിത്. ഓൾറെഡി ഞാനിപ്പം ഒരു ബോളിൻ്റെ ഏകദേശം ഹാഫ് പോർഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ കൊണ്ട് ഒരു കാറ്റ് ഇയേഴ്സ് ക്യാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബീനി പോലത്തെ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ കറക്റ്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റിച്ചസിൻ്റെ കാര്യം പറയണ്ട, ഞാൻ ഡബിൾ ക്രോഷേറ്റ് സ്റ്റിച്ചസാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആ യാണ് ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഉള്ള ചെറിയ ചെറിയ ഫൈബേഴ്സ് ഒന്നും നമുക്കിതിൽ അങ്ങനെ കാണില്ല. ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. നിങ്ങൾ ആ സ്റ്റിച്ചസൊക്കെ ഒന്ന് നോക്കി എത്ര നീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലോക്കലി ആണ് വാങ്ങുന്ന സമയത്തുള്ള ഡിഫറൻസ് ഇതാണ്. നമ്മളിപ്പം 60 റുപ്പീസിന് 70 റുപ്പീസൊക്കെ 100 grams കിട്ടുന്ന യാണാവുന്ന സമയത്ത് നമുക്ക് ഇത്ര നീറ്റ്നെസ് ഉണ്ടാവില്ല. പക്ഷേ ഇത് നോക്കുക, സ്റ്റിച്ചസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ കോമ്പിനേഷൻ പിന്നെ പറയാതിരിക്കാനാവില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡുള്ളതാണ്. ഇപ്പം നമുക്ക് വിമൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ മെൻസ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ബീനീസോ സ്കാർഫോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിന് ചേരുന്ന ഒരു സ്കാർഫ് കൂടി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ആ സ്കാർഫ് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് 4 mm ഹുക്ക് സൈസിലാണ് ചെയ്തത്, അവർ റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ ഈ ഒരു സ്കാർഫ് ഞാൻ ചെയ്യുന്നത് 5 mm ഹുക്ക് സൈസാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 5 mm കുഴപ്പമൊന്നുമില്ല അത് ചെയ്യുന്നത്. 4 mm ആണ് അവർ സജസ്റ്റ് ചെയ്തത്. അതായിരുന്നു നമ്മൾ ഫസ്റ്റ് ബീനിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ചസ് വന്നിട്ടുണ്ട് സജസ്റ്റ് ചെയ്ത ഹുക്ക് യൂസ് ചെയ്തപ്പം. ഇതും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനടുത്ത് നമുക്കിപ്പോൾ 3.5 mm ആണെങ്കിലോ അല്ലെങ്കിൽ 5 ആണെങ്കിലോ 5.5 mm ഒരു പ്രശ്നം വരില്ല. ആ ഫിനിഷ് ചെയ്ത സ്കാർഫ് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പം നമ്മൾ ഈ യാണൊക്കെ തീർന്നു പോകും, അതുകൊണ്ടാണ് ഇപ്പം കാണിക്കാത്തത്. എനിവേ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗംഗ ക്രിപ്റ്റോയാണ് നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് സ്കാർഫ്. ഇതിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കളറും സ്റ്റിച്ചസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് കഴുത്തിലൊക്കെ ചുറ്റിയിടാൻ പറ്റുന്ന മഫ്ലർ പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാർഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ കൂടുതൽ വീഡിയോസൊക്കെ കാണാം, ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്